ഹലോ എവരിവൺ, ജർമ്മൻ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജർമ്മൻ ലാംഗ്വേജിൽ ആർട്ടിക്കിൾസ് ഒരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ജർമ്മൻ ഈസ് എ ലാംഗ്വേജ് ദാറ്റ് റിക്വയർസ് ദ യൂസ് ഓഫ് ആർട്ടിക്കിൾസ് വിത്ത് എവറി നൗൺ. എല്ലാ നൗണുകളുടെ കൂടെയും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും. ഇംഗ്ലീഷിലാണെങ്കിൽ എ, ആൻ, ദ എന്നിങ്ങനെ ആർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജർമ്മനിലും നമുക്ക് 3 ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ ജെൻഡർ, നമ്പർ ആൻഡ് കേസ് ഓഫ് ദ നൗൺ ദേ അക്കമ്പനി. ജെൻഡറിനനുസരിച്ചും നമ്പറിനനുസരിച്ചിട്ടും കേസ് ഓഫ് ദ നൗണിനനുസരിച്ചിട്ടും ഈ ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. 3 ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ. ജർമ്മനിൽ 3 ആർട്ടിക്കിൾ ആണ് ഉള്ളത്. der, die, das. അപ്പോൾ 3 ആർട്ടിക്കിൾസ് ആണുള്ളത്. der, die, das. der ഫോർ masculine nouns. masculine നൗണുകളുടെ കൂടെയാണ് der യൂസ് ചെയ്യുന്നത്. die ഫോർ feminine nouns. feminine nounsന്റെ കൂടെയാണ് die യൂസ് ചെയ്യുന്നത്. das ഫോർ neutral nouns. neutral nounsന്റെ കൂടെയാണ് das ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 3 ആർട്ടിക്കിൾ? der, die, das. അടുത്തതായിട്ട് ഈ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് റൂൾസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നൗൺ ജെൻഡർ. നൗണിന്റെ ജെൻഡർ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. It's important to learn the gender of noun because it determines the article to be used. For example നോക്കാം. Der Tisch, the table. Der Tisch. ടിഷ് എന്ന് പറയുന്നത് ഒരു എന്താണ്? മസ്കുലിൻ നൗൺ ആണ്. അതിന്റെ കൂടെ ഡർ എന്ന ആർട്ടിക്കിൾ ആണ് വരുന്നത്. ഡർ ടിഷ്. ദി ഫ്രൗ. ഫ്രൗ മീൻസ് വുമൺ. ഫ്രൗ എന്നുള്ള നൗൺ ഫെമിനിൻ ആയതുകൊണ്ട് അതിന് കൂടെ വരുന്ന ആർട്ടിക്കിൾ ദി എന്നാണ്. ദി ഫ്രൗ. ബുഹ്. ബുഹ് എന്ന് വെച്ചാൽ ബുക്ക്. ബുക്ക് എന്നാണ് ബുഹിന്റെ മീനിങ്. ബുഹ് ഒരു ന്യൂട്രൽ ആയതുകൊണ്ട് അതിന് കൂടെ വരുന്ന എന്താണ് ആർട്ടിക്കിൾ ദസ് ആയിരിക്കും. അടുത്തത് പ്ലൂറൽ നൗൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ദി ഔട്ടോസ്. ഔട്ടോ എന്ന് പറഞ്ഞാൽ കാർ എന്നാണ് അർത്ഥം. ഔട്ടോസ് കാർസ്. ദി ഔട്ടോസ്. ദി കിൻഡർ. ദി ചിൽഡ്രൻ. കിൻഡ് ചൈൽഡ്, കിൻഡർ ചിൽഡ്രൻ. കിൻഡിന്റെ പ്ലൂറൽ ആണ് കിൻഡർ. അപ്പൊ പ്ലൂറൽ ഫോമിൽ വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദി. ദി കിൻഡർ. കേസസ് നോക്കാം. ആർട്ടിക്കിൾസ് ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ കേസസ് ഓഫ് നൗൺസ്. എന്താണെന്ന് നോക്കാം. The 4 cases in German are nominative, accusative, dative and genitive. ഇപ്പോ ജർമ്മൻ ഗ്രാമറിൽ നമുക്ക് 4 കേസസ് പഠിക്കാനുണ്ട്. നോമിനാറ്റീവ് കേസ്, അക്യൂസേറ്റീവ് കേസ്, ഡാറ്റീവ് കേസ് ആൻഡ് ഗനറ്റീവ് കേസ്. ഈ കേസസിലും നമ്മുടെ ആർട്ടിക്കിൾസ് ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. ആർട്ടിക്കിൾസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഗ്രാമർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാമർ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. Each case has its own set of article forms. ഈ 4 കേസസിലും അതിൻ്റെതായ ആർട്ടിക്കിൾ ഫോംസ് ഉണ്ട്. നോമിനാറ്റീവില് അതിൻ്റെതായ ആർട്ടിക്കിൾ ഫോം ഉണ്ട്, അക്യൂസേറ്റീവില് അതിൻ്റെതായിട്ടുള്ളതുണ്ട്, ഡാറ്റീവില് അതിൻ്റെതായ ആർട്ടിക്കിൾ ഫോംസ് ഉണ്ട്, ഗനറ്റീവില് അതിൻ്റെതായിട്ടുള്ള ആർട്ടിക്കിൾ ഫോംസ് ഉണ്ട്. ഈ ഓരോ കേസസുകളിലും ഈ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഡർ, ദി, ദസ് എന്നീ ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് ഗ്രാമർ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാം. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിന്റെ എക്സാമ്പിൾസ് അപ്പോൾ പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. എക്സെപ്ഷണൽ കേസ് എന്താണെന്ന് നോക്കാം. Some nouns in German did not follow the typical rule and may require a different article. അപ്പൊ എന്താണ്? ചില നൗൺസ്, ജർമ്മൻ ലാംഗ്വേജിലെ ചില നൗൺസുകൾ ഈ ടിപ്പിക്കൽ റൂൾ ഫോളോ ചെയ്യാതെ വരികയും അതൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നൗൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒരു എക്സാമ്പിൾ ആണ് ദസ് മെയ്ഡ് ദി ഗേൾ. ഗേൾ എന്നുള്ള വേർഡ് സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫെമിനിൻ ആയിട്ട് തോന്നാം. പക്ഷേ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. മെയ്ഡ് എന്ന് പറയുന്നത് ഒരു നോയിട്രം ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ എന്താണ് ആർട്ടിക്കിള് ദസ് ആണ്. അപ്പം ദസ് മെയ്ഡ്. ഇതാണ് ഒരു എക്സെപ്ഷണൽ കേസ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നോ ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ ഒന്നും വരാത്ത നൗൺസുകളും ജർമ്മൻ ലാംഗ്വേജിലുണ്ട്. നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. സം നൗൺസ് ഡോണ്ട് റിക്വയർ ആൻ ആർട്ടിക്കിൾ. എക്സാമ്പിൾ മരിയ, ഒരു നെയിം, ഏത് നെയിം ആണെങ്കിലും, ഡോയ്ച്ച്ലാൻഡ്, മരിയ, ഇപ്പൊ വേറെ ആരുടെങ്കിലും ഒരു പേര്, ഒരു വസ്തുവിന്റെ പേര്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, എന്തോ ആകട്ടെ, അതിനൊന്നും ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഈ ആർട്ടിക്കിൾ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ആർട്ടിക്കിളിലെ കുറച്ച് കേസസുകളും ആർട്ടിക്കിൾസിന്റെ എക്സാമ്പിളുകളുമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ ആർട്ടിക്കിൾസ് എങ്ങനെ, അല്ലെങ്കിൽ ഈ നൗൺസ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നത്, നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം, പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ, അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ആർട്ടിക്കിൾ വരുന്നതെന്ന്. അപ്പൊ അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ അതിൽ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ആർട്ടിക്കിൾസ് നന്നായിട്ട് പഠിക്കുക, ഈ കേസസ് എല്ലാം നോക്കി വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.